നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് 2019-ലാണെങ്കിലും 4.5 കൊല്ലം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ശേഷം ഇപ്പോഴാണ് അത് പുറത്തുവിടുന്നത്. വലിയ രീതിയിൽ ചർച്ചകൾ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും നിയമപാലകരും ജനങ്ങളും വരെ നടത്തുന്നുണ്ട് എങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് WCC അല്ലാതെ ഒരു സംഘടനയോ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടീനടന്മാരോ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പ്രമുഖ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അടങ്ങുന്ന ഒരു 15-അംഗ പവർ ഗ്രൂപ്പാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഇത് ആരൊക്കെ എന്ന് വ്യക്തമല്ല. മുൻപ് നടൻ തിലകൻ, ഷമ്മി തിലകൻ, മാള അരവിന്ദൻ, വിനയൻ, സുരേഷ് ഗോപി തുടങ്ങി പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഈ വിഷയത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ. മലയാള സിനിമ ഭരിക്കുന്ന 15-അംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നോട്ടോ. 1 ഉരിക്ക സതീശൻ, 2 ടിൻഡുമോൻ എന്ന കോടീശ്വരൻ, 3 ചിരഞ്ജീവി IPS, 4 ബ്രോക്കർ പ്രേമചന്ദ്രൻ, 5 പവനായി, 6 കൊപ്ര പ്രഭാകരൻ, 7 അനന്തൻ നമ്പ്യാർ, 8 മുണ്ടക്കൽ ശേഖരൻ, 9 ഹൈദർ മരക്കാർ, 10 കടയാടി ബേബി, 11 കൊളപ്പുള്ളിയപ്പൻ, 12 മോഹൻ തോമസ്, 13 കീരിക്കാടൻ ജോസ്, 14 ജോൺ ഹോനായി, 15 കീലേരി അച്ചു. പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യർ ആണെന്ന് ഇനിയും ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല, കൂടുതൽ നടിമാർ അക്രമത്തിനിരയായി എന്നതിന് തെളിവുണ്ടത്രേ. പക്ഷെ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. സിനിമ സ്ക്രീനിൽ U സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിലിൽ മുട്ടുന്നതിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം. പാവം സിനിമക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA, പ്രമുഖ MP എക്സെട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും. വാൽകഷ്ണം. ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട്. ബൈ സന്തോഷ് പണ്ഡിറ്റ്. ഉരുക്കൊന്നുമല്ല മഹാപാവമ എന്ന് ബ്രാക്കറ്റിൽ.